വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ എം ജയചന്ദ്രൻ നോക്കൂ, ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പരിഹരിച്ച വിഷയമാണ്. മന്ത്രി വളരെ പ്രകോപനപരമായ വാർത്താ സമ്മേളനം പിന്നീട് നടത്തുകയും സ്കൂൾ മാനേജ്മെന്റിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ആ വിഷയം ആളിക്കത്തിച്ചു. നിയമപരമായി നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു സർക്കുലർ മുന്നോട്ട് വെക്കുന്നു. അതിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നു. ഇന്നും ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് ഇത് പറയുന്നത്. അത് വിരോധാഭാസമാണ് എന്ന് പറഞ്ഞ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ അതിഗുരുതരമായ വിമർശനങ്ങൾ മന്ത്രി ഉന്നയിക്കുകയാണ്. മന്ത്രി മാപ്പ് പറയണം എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. മന്ത്രി ആ ക്രൈസ്തവ സന്യാസിനിമാരെ അപമാനിച്ചു എന്നതാണ് അവരുടെ വികാരം. മന്ത്രി തുടരെ സ്വീകരിക്കുന്ന ഈ നിലപാടിൽ അവർ അസ്വസ്ഥരാണ്. അപ്പോൾ സമസ്തയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പുകഴ്ത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ അപമാനിച്ചു മന്ത്രി എന്നതാണ് അവരുടെ വികാരം. മാപ്പ് പറയുമോ മന്ത്രി? എനിക്കൊരു സംശയം കൂടെ ചോദിക്കാമല്ലോ. മന്ത്രി മാപ്പ് പറയാനുള്ള മന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് മന്ത്രിക്ക് വേണ്ടി സംസാരിക്കാനുള്ള ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. എനിക്കുള്ള സംശയം അതല്ല. ഈ ഹിജാബ് വിഷയം, അങ്ങനെ ഒരു കുട്ടിക്ക് ഹിജാബ് ധരിക്കണം, ശിരോവസ്ത്രം ധരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വിലക്കാൻ നിയമപരമായി ഏതെങ്കിലും സ്കൂളിന് അധികാരമുണ്ടോ എന്നുള്ള പ്രശ്നം കർണാടകയിൽ 2-3 വർഷം മുമ്പ് ചർച്ച ചെയ്ത് സുപ്രീം കോടതി തീരുമാനം എടുത്തിട്ടുള്ളതാണല്ലോ. സുപ്രീം കോടതിയിൽ ഭിന്നവിധിയാണ് വന്നത്. ഭിന്നവിധി വന്നാൽ രണ്ട് ജഡ്ജിമാർ രണ്ട് വിധി പറഞ്ഞു. അത് മേൽക്കോടതിയുടെ പരിഗണനയിലാണ്. അവിടെ തീർപ്പുണ്ടായിട്ടില്ല. അല്ല, ഭൂരിപക്ഷ വിധിയാണെന്ന് നോക്കിയാൽ മതിയല്ലോ. തീർപ്പുണ്ടായിട്ടില്ല. ഭൂരിപക്ഷ വിധി 2 ജഡ്ജിമാരുടെ വിധിയായിരുന്നു. ഒരു ജഡ്ജി അനുകൂലിച്ചും ഒരു ജഡ്ജി എതിർത്തുമാണ് നിലപാടെടുത്തത്. അതിൽ ഭൂരിപക്ഷമില്ല. അത് മേൽക്കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് വിലക്കിയതിനെതിരെയായിരുന്നു ആ ഹർജി എന്നത് കൂടി ഓർക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ 2018 പബ്ലിക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിധിയുണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി. താങ്കളുടെ ചോദ്യം വന്നു കഴിഞ്ഞല്ലോ. എന്റെ മറുപടിക്ക് ദയവായി എനിക്കൊരു സമയം തരിക, എന്നിട്ട് താങ്കൾ പറഞ്ഞോളൂ. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അത് കർണാടക ഹൈക്കോടതി പരിപൂർണമായിട്ടും അതിനെതിരായിരുന്നു. ഹിജാബ് നിരോധനത്തിന് അനുകൂലിച്ച് അങ്ങനെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിനെതിരെയാണല്ലോ സുപ്രീം കോടതി പോയത്, ഇപ്പോഴും തീരാതെ കിടക്കുന്നത്. അപ്പൊ അന്ന് സുപ്രീം കോടതി ഏതാണ്ടൊരു 4 പേജ് നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ടത്. അന്നത്തെ അവരുടെ നിരീക്ഷണം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ലൈവിലായി അന്ന് തന്നെ എടുത്തു വെച്ചിരുന്നതാണ്. അപ്പൊ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ ഇന്ത്യയുടെ പൊതു മതനിരപേക്ഷ പാരമ്പര്യം, വിദ്യാഭ്യാസ അവകാശം, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു, ഇതൊക്കെ വളരെ വിശദമായി പറയുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഇത് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? കാരണം ഇതൊരു അൺഎയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ടല്ലേ. അപ്പൊ അൺഎയ്ഡഡ് സ്കൂൾ എന്ന് പറയാൻ എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും പോകേണ്ടതില്ല. അതിന് സമയവുമില്ല. അതവിടെ നിൽക്കട്ടെ. ഈ അൺഎയ്ഡഡ് സ്കൂളിനെ പറ്റി തന്നെയാണല്ലോ DDE ഒരു ഉത്തരവ് ഇറക്കിയപ്പോ ആ ഉത്തരവിനെതിരെ മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ പോയത്. ഈ പിതാവോ കുട്ടിയോ അല്ല പോയത്, മാനേജ്മെന്റ് ആണ് പോയത്. എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. ഹിജാബ് നിരോധനം നിലനിൽക്കില്ല, അതാണല്ലോ DDE പറഞ്ഞത്. അപ്പൊ അത് സ്റ്റേ ചെയ്യണമെന്നാണ് മാനേജ്മെന്റ്. സ്റ്റേ ചെയ്തില്ല എന്നേ ഉള്ളൂ. സ്റ്റേ ചെയ്തില്ല, ഇമ്മീഡിയറ്റ് സ്റ്റേ കൊടുത്തില്ല എന്നതേ ഉള്ളൂ. വാദം കേട്ടിട്ടില്ല കോടതി. താങ്കളുടെ വ്യാഖ്യാനമാണ്. ഞാൻ വാദം കേട്ടിട്ടില്ല കോടതി. വാദം കേട്ടിട്ടില്ല ആ വിഷയത്തിൽ. വാദം കേട്ടൊരു ഉത്തരവ് പറയല്ല. ഇപ്പോൾ സ്റ്റേ ചെയ്തില്ല എന്നത് മാത്രമേ ഉള്ളൂ ആ കേസിൽ നിന്ന് സംഭവിച്ചത്. താങ്കളുടെ വ്യാഖ്യാനം താങ്കൾ പറഞ്ഞോളൂ. എന്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് കോടതി. അല്ല, എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തരാൻ താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. ഒരു നിർബന്ധവുമില്ല ചർച്ചയിൽ പങ്കെടുക്കണമെന്ന്. പങ്കെടുപ്പിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ അഭിപ്രായം പറയുമ്പോൾ അതിൽ എന്താണ് വസ്തുത എന്നത് ഞാൻ ചൂണ്ടിക്കാട്ടുന്നു എന്നേ ഉള്ളൂ. വസ്തുതയല്ല, നിങ്ങളുടെ പ്രശ്നമാണ് പറഞ്ഞത്. വസ്തുത നിങ്ങളല്ലേ പറയുന്നത്. എനിക്കതല്ലെന്നുള്ളത് എനിക്കറിയാവുന്ന ഞാൻ പറയുന്നത്. അത് നിങ്ങൾ അത് വസ്തുത എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ ഞാൻ സമ്മതിക്കുമോ? അതിൽ വിശദമായ കോടതി ഒരു വാദം കേട്ടിട്ടില്ല. സർക്കാരിന്റെ വിശദീകരണം തേടുകയാണ് ചെയ്തത്. പക്ഷേ സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളത് വസ്തുതയുമാണ്. ഒരു വ്യക്തിയാണ് ഞാനും. എനിക്ക് പറയാം എന്താ വാട്ട് ഈസ് വാട്ട് എന്നുള്ള മനസ്സിലാക്കാൻ. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ.
അതിനുള്ള അവസരം വരും ആദ്യം. അതല്ലാതെ എന്റെ വായിക്കകത്ത് കമ്പ്യൂട്ടർ കുത്താൻ വരാതിരിക്കുക. അതാദ്യം ആ മര്യാദ കാണിക്കണം കേട്ടോ. അപ്പോ പിന്നെ DDയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. വിസമ്മതിക്കുന്നത് എന്തുകൊണ്ടാ? ഹിജാബ് ധരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതാണ് തീരുമാനം. അങ്ങനെ താങ്കൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, അങ്ങനെ താങ്കൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് ഇന്നോ രണ്ടോ 2 ദിവസം വേണേ പറയായിരിക്കും. അടുത്ത തവണ കോടതി ഇത് പരിഗണിച്ച് ഒരു ഉത്തരവ് പറയുന്നിടം വരെ താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കായിരിക്കും. എനിക്കറിയില്ല. ആ സമയം വരെ അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം കോടതി വിധി എനിക്ക് തരുന്നുണ്ടെന്നേ. അതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ പാരമ്പര്യം അതാണ്. CBSE സ്കൂളുകളിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് നിലപാട് അന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹർജി തള്ളിയിട്ടില്ല. ഈ ഹർജിയിൽ വിശദവാദം കേൾക്കാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യമായും ഇപ്പോൾ ഒരു സ്റ്റേ ഇല്ല എന്നതിനപ്പുറം അവരുടെ വാദങ്ങൾ തള്ളി എന്ന് പറയാൻ പറ്റില്ല. ശ്രീ M. ജയചന്ദ്രൻ, താങ്കൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അങ്ങനെയല്ലല്ലോ. പിന്നെ പ്രിൻസിപ്പൽ എന്തിനാ പിന്നെ വന്ന് ഉച്ചയ്ക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് നന്ദി പറയുന്ന കൂട്ടത്തിൽ പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ശിവൻകുട്ടി സാറിന് നന്ദി, വിദ്യാഭ്യാസ വകുപ്പിന് നന്ദി, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? നന്ദി പറയാതിരിക്കാമല്ലോ, അതല്ലേ ചെയ്യേണ്ടത്? അത് അവരുടെ മാന്യത കൊണ്ടായിരിക്കും. വിദ്യാഭ്യാസ മന്ത്രി അതവരുടെ മാന്യത കൊണ്ടായിരിക്കും. ഒരു സംസ്ഥാനത്ത് പോകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അവരുമായി ഒരു ക്ലാഷിലല്ലല്ലോ പോകേണ്ടത്. സമവായത്തിന്റെ പാതയല്ലേ എല്ലാത്തിനും നല്ലത്. അതെ, അതാണ് കാര്യം. സംസ്ഥാന സർക്കാരിനും ശിവൻകുട്ടിക്കും മാന്യത തരുന്ന എസ്റ്റാബ്ലിഷാണ് താങ്കൾ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞേ? അവരുടെ മാന്യതയാണ്. നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നത്, വിനയം പ്രകടിപ്പിക്കുന്നത് ഒക്കെ ഓരോരുത്തരുടെയും സംസ്കാരം അനുസരിച്ചാണല്ലോ. എല്ലാവർക്കും മനസ്സിലാവും, മലയാളം എല്ലാവർക്കും മനസ്സിലാവും മാഡം. എനിക്കും മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് എനിക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. എല്ലാവരും പൊട്ടന്മാരാണെന്ന് പറയരുത് കേട്ടോ. അവർക്ക് മാത്രം. ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ ഈ വിഷയത്തിൽ ഒരു ശിരോവസ്ത്രം ധരിച്ച അധ്യാപികയാണ് മറ്റൊരു കുട്ടി ശിരോവസ്ത്രം ധരിക്കരുതെന്ന് പറയുന്നത് ഇത് വിരോധാഭാസമാണ് എന്നല്ലേ മന്ത്രി പറഞ്ഞുള്ളൂ. അതിന് ഒരു അധിക്ഷേപമായോ അപമാനമായോ കരുതണമോ എന്നൊക്കെയാണ് ഞാൻ PP ജോസഫിനോട് ചോദിച്ചത്. പക്ഷേ അവർ പറയുന്നു അത് ക്രൈസ്തവ സമൂഹത്തെ അപമാനിച്ചതാണ് എന്ന വികാരമാണ് അവർക്കുള്ളതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണുള്ളത്. മുനമ്പം വിഷയത്തിലായാലും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ക്രൈസ്തവ സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ്. ഇതിൽ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെ അപമാനിച്ചിരിക്കുന്നു എന്നൊരു വികാരം ആ മതവിഭാഗത്തിന് തോന്നിയാൽ മന്ത്രി മാപ്പ് പറയുമോ എന്നതാണ് എന്റെ ചോദ്യം. അദ്ദേഹത്തെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കണം. അതിനോട് എന്തിനും വിയോജിക്കണം. അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവർ അപമാനിക്കപ്പെട്ടു. ഒരു ജോസഫ് കവി എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ പറഞ്ഞല്ലോ, മന്ത്രി മാപ്പ് പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജി എഴുതി വാങ്ങിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അഭിപ്രായമായിട്ടാണ് അവരെല്ലാവരും പറയുന്നത്. അവരെപ്പോഴും ഇപ്പോഴും അദ്ദേഹം പറഞ്ഞില്ലേ, ശ്രീ VP ജോസഫ് പറഞ്ഞില്ലേ, സമവായത്തിന്റെ പാതയുണ്ടെങ്കിൽ തേടണം. അത് വിമർശനം രൂക്ഷമായി ഉന്നയിക്കുമ്പോ തന്നെ സമവായത്തിന്റെ പാത തേടണം എന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് ക്രൈസ്തവ സഭയിലെ എല്ലാവരും തന്നെ. അത് അക്കാര്യത്തിലൊന്നും ഞാൻ വിയോജിക്കുന്ന ഒരു സമവായത്തിന്റെ പാത തേടുക എന്നതാണ് ഈ 2018 കോടതി വിധിയിൽ ജസ്റ്റിസ് മുസ്താഖ് തന്നെ പറയുന്നു. ആ മാനേജ്മെന്റ് വിചാരിക്കുകയാണ് ഇതിൽ വീഴ്ച അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സമവായം രൂപപ്പെട്ടാൽ അവിടെ അത് നടക്കും. അതിനപ്പുറം കോടതിക്ക് അത് നിർദ്ദേശിക്കാനാകില്ല എന്നതാണ് പറഞ്ഞത്.